നിങ്ങൾക്ക് ഒന്നും അറിയില്ലാതിന്റെ ഒരു മെന്റാലിറ്റിയാണ് നിങ്ങളെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇതിന്റെ സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോ ഒരു റൂമിലുണ്ടെങ്കിൽ ആൻഡ് ആ റൂമിൽ എല്ലാം അറിയുന്ന ഒരാളാണ്. 5 ആൾ ഇറങ്ങിയിട്ടുള്ള റൂമിൽ 6ാമത്തെ ഒരാളാണ് നിങ്ങൾ. അത് നിങ്ങൾ എല്ലാം അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒന്നും കിട്ടാനില്ല, ഒന്നും ലേൺ ചെയ്യാനില്ല. എല്ലാം കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ടേക്ക് ഒന്നും ലേൺ ചെയ്യാനില്ല. ലൈഫിന്റെ ഗോൾ എന്താ? ലൈഫ് ലിവ് ചെയ്യാനുള്ളതാണ്. ലിവ് എങ്ങനെ ചെയ്യാം? ഗ്രോ ചെയ്യുമ്പോഴാണ് നമ്മൾ ലിവ് ചെയ്യുക. ഗ്രോ എങ്ങനെ ചെയ്യാം? ലേൺ ചെയ്യുമ്പോഴാണ് ഗ്രോ ചെയ്യുക. അപ്പൊ ലേൺ ചെയ്ത ഗ്രോ ചെയ്യും, ഗ്രോ ചെയ്ത ലിവ് ചെയ്യും. ഓക്കെ. ഇനി നിങ്ങൾ രണ്ടാമത്തെ റൂമിലുണ്ട്, 5 ആണെങ്കിലും റൂം, നിങ്ങൾ 6ാമത്തെ ഒരാള്, നിങ്ങൾക്ക് ഒന്നും അറിയില്ല, ബാക്കി 5 ആൾക്ക് എന്തെങ്കിലും അറിയാം. അപ്പൊ നിങ്ങൾക്ക് അത്രക്കും ലേൺ ചെയ്യാനുണ്ട്, കൊടുക്കുന്നതിനെ കാട്ടി കൂടുതൽ കിട്ടാനുണ്ട്. ലേണിംഗ് ആസ്പെക്റ്റിൽ മാത്രം കേട്ടോ. നിങ്ങൾ കുറെ പഠിക്കാനുണ്ട്. പഠിക്കുമ്പോൾ, അതായത് ലേൺ ചെയ്യുമ്പോഴാണ് ഗ്രോ ചെയ്യുക, ഗ്രോ ചെയ്യുമ്പോഴാണ് ലിവ് ചെയ്യുക. ആൻഡ് ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത്രക്കും പഠിക്കാനുണ്ട്, ലേൺ ചെയ്യാനുണ്ട്, ഗ്രോ ചെയ്യാനുണ്ട്, ലിവ് ചെയ്യാനുണ്ട്. ഇത് പറയാൻ കാരണം അധിക ടൈമും നമ്മൾ ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടായത്. എനിക്ക് ഒന്നും അറിയില്ല, ഇറ്റ് മീൻസ് ദാറ്റ് ഞാൻ പൊട്ടനാണ്, മണ്ടത്തിയാണ്. ലൈക്ക് രണ്ടാമത്തേലേക്ക് പോക്കാണ്. ഒന്നും അറിയില്ലെങ്കിൽ മണ്ടനോ പൊട്ടത്തിയോ ആ രീതിയിലേക്ക് പോകുന്നതാണ്. ബട്ട് ഡോണ്ട് ഗോ ദർ. ഇഫ് യു ഡോണ്ട് നോ എനിത്തിങ്, യു ജസ്റ്റ് ഡോണ്ട് നോ എനിത്തിങ്. അതിന്റെ അർത്ഥം അത് മാത്രമേ ഉള്ളൂ. ഒന്നും അറിയില്ലെങ്കിൽ മാത്രമേ എന്തെങ്കിലും പഠിക്കാൻ പറ്റൂ. ലൈക്ക് 100% ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചു, ഇറ്റ് മീൻസ് ദാറ്റ് 100% പഠിക്കാനുണ്ട്, 100% ലേൺ ചെയ്യാനുണ്ട്, 100% ഗ്രോ ചെയ്യാനുണ്ട്. നിങ്ങളെ പൊട്ടൻഷ്യലാണ് ഒന്നും അറിയില്ല എന്ന് പറയുന്നത്. അത്രമാത്രം നിങ്ങളെ പൊട്ടൻഷ്യൽ ബാക്കിയുണ്ട് എത്രയാ. സോ ഇറ്റ്സ് ആക്ച്വലി ആൻ അഡ്വാൻറ്റേജ്. നിങ്ങളെ ചെറിയൊരു ലേണിംഗ് മെന്റാലിറ്റി മാത്രം അവിടെ മതി. 50% ലേൺ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ 100%ആണ് ലേൺ ചെയ്യാനുള്ളത്. ഓക്കെ. അപ്പൊ 100% പൊട്ടൻഷ്യൽ അവിടെ ബാക്കിയുണ്ട് എത്രയാ. അപ്പൊ 100% പൊട്ടൻഷ്യൽ എത്തിയാൽ യു ബി സംവൺ ഡിഫറെന്റ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ പറയാണ് ഐ ഡോണ്ട് നോ എനിത്തിങ് എന്ന് പറയുകയാണെങ്കിൽ, ഇറ്റ് ജസ്റ്റ് മീൻസ് ദാറ്റ് യു ഡോണ്ട് നോ എനിത്തിങ്. അപ്പൊ അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എടുക്കേണ്ടത്. അല്ലാണ്ട് ഐ ഡോണ്ട് നോ എനിത്തിങ്, അതുകൊണ്ട് ഞാൻ മണ്ടനോ പൊട്ടത്തോ ഇഡിയറ്റ് ആണെന്നല്ല. ഇഫ് യു ഡോണ്ട് നോ എനിത്തിങ്, യു ജസ്റ്റ് ഡോണ്ട് നോ എനിത്തിങ്, ആൻഡ് ഇറ്റ്സ് ആൻ അഡ്വാൻറ്റേജ് ടു ലേൺ, ടു ഗ്രോ, ടു ലിവ്.